ഹായ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗൈസ്, നമ്മുടെ പുതിയ കമ്പ്യൂട്ടറല്ലേ, പുതിയ ഐമാക്. അപ്പോൾ സംഭവം ഇന്നാന്നാ വാങ്ങിനി. ഇതുവരെയായിട്ട് ഓണാക്കിയിട്ടില്ല. അത് 2 ദിവസമായി. സംഭവം ഓണാക്കാൻ പറ്റാനിട്ടാണ്. ചെറിയൊരു സൊന വാങ്ങണം. സംഭവം പറഞ്ഞുതരാം. ഇത് മിന്നാന്ന് വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്യുന്നുള്ള ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം വീഡിയോ ചെയ്തിന്. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ഇത് പ്ലഗ് കുത്താൻ നോക്കുമ്പോഴത്തേക്ക് അതിന് കുറച്ച് വലിയ പിന്നാണ്. നമ്മൾ സാധാ ഇതല്ല, അതിനേക്കാൾ കുറച്ച് വലിയ 3 പിൻ. അപ്പോൾ അതിന് ഒരു എക്സ്റ്റൻഷൻ വാങ്ങണം. പിന്നെ ഞാൻ വിചാരിച്ച എൻ്റെ പഴയ UPS, എൻ്റെ UPS ഉണ്ട്, പക്ഷേ കുറച്ചായി ഉപയോഗിക്കാത്ത. ഞാൻ വിചാരിച്ച ആ UPS യൂസ് ചെയ്യാം. ബാറ്ററി പോയിട്ടുണ്ടാവും എന്നറിയാം, ബാറ്ററി മാറ്റിയാൽ മതി എന്നുള്ള ഇതിലാണ് ഉണ്ടായിരുന്നത്. 600 VA UPS, സാധാ നോർമൽ UPS, അത് മതി തന്നെ വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നിട്ട് ഐമാക് വാങ്ങിയ ദിവസം, അതായത് മിന്നാന്ന് പ്ലഗ് കുത്തുമ്പോഴത്തേക്ക് അത് ഓണാകുന്നില്ല. അല്ലെങ്കിൽ ഒരു ബ്ലിങ് ലൈറ്റങ്ങ് ഇങ്ങനെ മിന്നണം, ഒരു ലൈറ്റങ്ങ് ഇങ്ങനെ മിന്നും, പക്ഷെ അതാകുന്നില്ല. അപ്പം ബാറ്ററി എന്തായാലും പോകും. ഞാനിപ്പോൾ കുറച്ചായി യൂസ് ചെയ്തിട്ട്, കുറച്ച് വർഷം, ഒരു വർഷത്തിന് മുകളിലായി, 1-2 വർഷമായിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ UPS ഞാൻ ഉപയോഗിച്ചിട്ട്. UPS കാണിച്ചാൽ UPS ഇത് ഇടുന്നുണ്ട്. ഇതാണ് UPS. ഇതെന്താന്ന് സ്ലെൻഡർ പ്ലസ് 600 കേട്ടോ, V-ഗാർഡിൻ്റെ. ഇതാ V-ഗാർഡ് കണ്ട. ഇതിപ്പോൾ ഓണമൊന്നുമില്ല. ഇവിടെ ലൈറ്റ് കത്തണം, പക്ഷെ ലൈറ്റ് കത്തുന്നില്ല പ്ലഗ് കുത്തിക്കഴിഞ്ഞാൽ. അതായത് ഇത് അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ബാറ്ററി മാറ്റിയാൽ മതി. പക്ഷേ ബാറ്ററി മാറ്റണമെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് കത്തണ്ടേ, വർക്കാവണ്ടേ. കണ്ട, ഇത് ഞെക്കുമ്പോൾ, ഇതിപ്പോൾ കറണ്ട് കുത്തിയിട്ട് ഞെക്കുമ്പോൾ ചാലു ആവുന്നില്ല. അതായത് ബ്ലിങ്, ഒരു ലൈറ്റെങ്കിലും വേണ്ടേ, ഇനി എന്തെങ്കിലും ഉണ്ടാവണ്ടേ. ഇവിടെയാണെന്ന് തോന്നുന്നു ലൈറ്റ്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയൊരു കാര്യമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു UPS കൂടെ വാങ്ങണം. നമ്മൾ പുതിയ മാക്കിന് പുതിയ UPS തന്നെയാണ് നല്ലത്, അല്ലേ? അപ്പം പുതിയ UPS വാങ്ങണം. അതിന് മുമ്പേ ഇപ്പം പഴയങ്ങാടി പോയിട്ട് 3 പിൻ വാങ്ങണം. ഞാൻ 3 പിൻ കാണിച്ചു തരാം. അതിൻ്റെ വയർ സംഭവം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ സിസ്റ്റം ഇങ്ങനെ ഇവിടെ മിന്നാന്ന് വെച്ച തന്നെ, പിന്നീട് ഇത് തൊട്ടിട്ടില്ല. അതിൻ്റെ പിന്ന് കാണിക്കണം അല്ലേ? കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഇങ്ങനത്തെ പിന്നാന്ന് പുതിയ ഐമാക്കിന് വരുന്നട്ടാ. ഐമാക് 2024 മോഡലിന്. ഇത് 24 ഇഞ്ച് ഐമാക്, പിന്നെ 8GB റാം, 256 മെമ്മറി, പിന്നെന്താണ് M3 ചിപ്പ്. ഓക്കെ, ഇതാ ഇത് കീബോർഡ് തന്നെ, പഴയ കീബോർഡാട്ടോ. ആ ബ്ലൂടൂത്ത് തന്നെ, അതിൻ്റെ അല്ല. ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഇതിൻ്റെ സെറ്റ്. ഇതിനൊക്കെ അതിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി. അതെല്ലാം കാണിച്ചു തരാം ഗൈസ്. കണ്ടോ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ മൗസും കീബോർഡും ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിന് കുത്തേണ്ടത്. ഇത് മാഗ്നറ്റ് ആട്ടോ. ഇത് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു അഡാപ്റ്റർ വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഇതാ ഈ വയറിന് ഇത് കൊടുക്കുക. ഇതെവിടെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു വലിയ പിന്നാണ് വരുന്നത്. സാധാ പിന്നേക്കാൾ കുറച്ച് വലുത്. ഇതിൻ്റെ 16A അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന് പറ്റുന്ന സാധനം നമുക്കിപ്പോൾ പോയിട്ട് വാങ്ങണം. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ അതാ കണ്ടത്. ഇതൊരു കമ്പനീൻ്റെ സാധനം. ഇതാ 6A/16A കണ്ടോ, ഇതൊരു കമ്പനീൻ്റെ സാധനം. അപ്പോൾ ഇതുപോലത്തെ സാധനം വാങ്ങണം. നമുക്ക് കുറച്ച് ബ്രാൻഡ് സാധനം വാങ്ങാം, കുറച്ച് നല്ല കമ്പനീൻ്റെ വാങ്ങണം. കാര്യം നമ്മളെ എന്താ പറയുക, പക്ഷേ സിസ്റ്റം അല്ലേ, നമ്മളെ സിസ്റ്റത്തിന് പറ്റുന്ന കുറച്ച് നല്ല സാധനം വാങ്ങണം, നല്ല കമ്പനീൻ്റെ വാങ്ങണം. ലോക്കൽ സാധനങ്ങളുണ്ട് പയങ്ങളിൽ. ഇന്നലെ ഞാൻ പോയാലും ഞാൻ വർക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത് പയങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ലോക്കൽ സാധനമുണ്ട്. 70 80 അല്ലേ ഉള്ളൂ. പക്ഷേ കുറച്ച് നല്ല സാധനം GMൻ്റെ എല്ലാം ഉണ്ട്. GM, യൂണിവേഴ്സൽ, അങ്ങനെ കുറച്ച് നല്ല നല്ല ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എടുക്കണം. ഇത് നമുക്ക് അടിപൊളി യൂസ് ചെയ്യാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാം അതാകുമ്പോൾ. അപ്പോൾ നമുക്ക് പയങ്ങളിൽ പോയിട്ട് അത് വാങ്ങിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്യണം. UPS വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ ഇവിടുന്ന് വിടാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മഴയായിരുന്നു ഗൈസ്. രാവിലെ മഴ തന്നെ, മഴ ഇങ്ങനെ ഇടയ്ക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പോവാം. അടുത്ത മഴ പെയ്യുന്നതിനുള്ള നമുക്ക് വേഗം പോയിട്ട് വാങ്ങിയിട്ട് കേട്ടോ. ഓക്കെ. പിന്നീടടാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നുള്ള മസ്റ്റ് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാം. മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ. അത് കമൻറ്റ് ചെയ്യാത്ത നിങ്ങൾ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറ. ഓക്കെ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ, ഒന്ന് ഫോളോ ചെയ്യുക.
ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്, അഷ്റഫ് കണ്ണൂർ, അതും ഒന്ന് ഫോളോ ചെയ്യട്ടോ. നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ പോവാട്ടോ. ഇത് ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, എപ്പം പറയില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ. ഓക്കെ, മറക്കൊണ്ട് ചെയ്യട്ടോ. അപ്പോൾ ഇവിടുന്ന് വിടാം. പോവാ. ഇല്ല, മഴയില്ല. ഭാഗ്യം തന്നെ, ഭാഗ്യം. മഴയില്ല. മഴ പെയ്ത് നല്ല വെള്ളം കണ്ടാൽ മനസ്സിലായി നല്ല മഴ പെയ്തു. ആരാണ്? കുടുംബശ്രീ ടീമാ. അങ്ങ് കുടുംബശ്രീ ടീം ഇരിക്കുന്നുണ്ട്. പോവാ ഗൈസ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, മഴക്കാറുണ്ട്, മഴ പെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. വെള്ളം സർവത്ര. നേരെ പയങ്ങളിൽ കേട്ടോ. ഗോയ്സ് അങ്ങനെ പയങ്ങളിലെത്തി കേട്ടോ. ഇവിടെ 1-2 ഷോപ്പിൽ കയറി. അപ്പോൾ അതിൻ്റെ ഒരു കോണാന്ന് പറഞ്ഞൊരു കമ്പനി, CON അതൊന്നുണ്ട്. പിന്നെ ഏതെല്ലോ എന്താ പറയുക, ലോക്കൽ സാധനമുള്ളത്. പിന്നെ കോണാന്ന് പറഞ്ഞാൽ മോശമില്ല എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 1-2 ബ്രാൻഡിൻ്റെ പറഞ്ഞിട്ടില്ലേ, 1-2 കമ്പനി, ഗോൾഡ്, GM. അപ്പോൾ അവരതൊന്നും ഇവിടെ ഇല്ല, ഇവരുടെ അടുത്ത് ഇല്ല. പിന്നെ അങ്ങനത്തെ ഒന്നും അവർ അങ്ങനത്തെ സാധനം ഇറക്കുന്നില്ല എന്ന് പറഞ്ഞു. 6-ന്ന് 16-ലേക്ക് മാറ്റുന്ന സാധനം അങ്ങനെ അവർ ഇറക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം വേറെ കമ്പനീൻ്റെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഞാൻ ഒന്നേ അയച്ചിട്ടില്ല, പ്രശ്നമായിരുന്നു. ഫുഡ് കഴിക്കാൻ വന്നെയാണ്. പയങ്ങളിൽ തന്നെ അൽഫാം വിശക്കുന്നു. അവിടെ മെല്ലെ ഇങ്ങോട്ട് കയറി. പിന്നെ പ്ലഗ് ആക്കി കേട്ടോ, കാണിച്ചു തരാം. കണ്ടില്ലേ? ഒന്നുകൂടി കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതിനെ കുറച്ച് പറയാനുണ്ട്. ഇതാ കഴിച്ചു തുടങ്ങി. അൽഫാം, കുബൂസ് ഉണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കുബൂസ്. കക്കരിൻ്റെ 2 കഷ്ണമുണ്ട്, 3 കഷ്ണമുണ്ട്. പച്ചയുണ്ട്, മയോണീസ് ഉണ്ട്, കുറച്ച് സോസ് വെച്ചിന്. കഴിക്കട്ടെ, നല്ല വിശപ്പ് ഉണ്ടായി, അങ്ങനെ കയറിയതാ. ഗൈസ് ഒരു സൂപ്പിന് പറഞ്ഞു, മട്ടൻ സൂപ്പ്. മട്ടൻ കഷ്ണോടാൻ പറഞ്ഞു. ഉണ്ട് കഷ്ണമുണ്ട്. നല്ല അടിപൊളി മട്ടൻ സൂപ്പ്. കുറിച്ച് നോക്കട്ടെ. ഇടയ്ക്കിടുന്ന് കഴിക്കുന്നതാണ്. നല്ല കുരുമുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട്, പെപ്പർ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇളകണം. കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പെടുത്തിട്ട് നോക്കട്ടെ. മതി നല്ല ഇളക്കിയിട്ടുണ്ടല്ലോ മക്കളെ. നല്ല അടിപൊളിയിൽ ഇളക്കണം. ഇങ്ങനെ ഫുൾ ഇളക്കി ശരിക്കും മിക്സാക്കി എടുക്കണത്. ശരിക്കും മിക്സാക്കിയിട്ട് ഇത് എന്താ പ്രശ്നം വെച്ചാൽ, കുരുമുളക് കുറേ ഇട്ട് കഴിഞ്ഞാൽ എരിയും, തൊണ്ട എരിയും, പുകയും. ഗൈസ് അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിട്ടാ, ബെഡ്റൂമിലാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ സാധനം കണ്ടില്ലേ, പൊളിച്ചാൻ തരാം. ഞാൻ 3 പിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്, അതായത് കണക്ടർ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞു നല്ല കമ്പനീൻ്റെ ഒന്നും ആ സാധനം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു. ഇതന്നെ ഈ സാധനം അല്ല, ഇതൊന്നുമില്ല. ഇതന്നെ കണ്ടോ, ഒരു സ്വിച്ച് ബോർഡ് 16, ഇത് 20 വരെ ഇതിലുണ്ട്. 20 വാട്ട്സിൻ്റെ ഇതാവുന്ന പറഞ്ഞത്, അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ ഇതാ തടിച്ച വയർ, പിന്നെ ഒരു പ്ലഗ്. അപ്പോൾ ഇത് നമ്മൾ UPS കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിൽ കമ്പ്യൂട്ടറിൻ്റെ കേബിൾ കൊടുക്കും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സ്വിച്ച്. കണ്ടോ വലിയ. അപ്പോൾ ഇതാ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സിസ്റ്റം ആദ്യമായിട്ട് ഓണാക്കി, വാങ്ങിയിട്ട് ഓണാക്കിയിട്ടില്ല. മിന്നാന്ന് വാങ്ങിയ എക്സ്റ്റൻഷൻ്റെ വയർ ഇവിടെ കൊടുക്കുക. ഓക്കെ, തൽക്കാലം ഇവിടെ വെച്ചതാട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മേശൻ്റെ അടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് നമ്മൾ സിസ്റ്റത്തിൻ്റെ കേബിൾ കൊടുക്കാം, സിസ്റ്റത്തിൻ്റെ പിന്ന് കൊടുക്കാം. ഇത് സംഭവം വെച്ചാൽ നമ്മട്ടില്ലേ, ഇതാ ഒരു അഡാപ്റ്റർ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ നാപ്പിളിൻ്റെ തന്നെ കണ്ടോ. ഇത് കണക്ട് ചെയ്യാം. മാറി, വാവ്, സെറ്റ്. കണ്ടോ, ഇനി സ്വിച്ച് ഇടാം. ഹലോ. അപ്പോൾ ഏതായാലും ഇത് പറയുക. ഇത് ഞാൻ പറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി. അങ്ങനെ പറയുക. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇതാ ബാക്കിൽ നല്ല വലിങ്ങനെ ആപ്പിളിൻ്റെ ലോഗോ. പിന്നെ ഇതാ ഇത് പവർ.
കണ്ടോ. പിന്നെ നേരെ ഇപ്പുറ സൈഡിൽ 2 സി പോർട്ട് കേട്ടോ, USB സി പോർട്ട്. പിന്നൊന്നുമില്ല, ഇതന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിലൂടെ എടുത്തിട്ട് വേണം ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഇത് മാഗ്നറ്റിക് കണ്ടോ. നമ്മൾ കേബിൾ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സാധനമായി. നമ്മൾ ഇനോവ ഓപ്പൺ ആക്കുന്നല്ലേ. ആ എവിടെയാണ് പിടിക്കുക? ആ അതന്നെ. ആ വാ 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 വിളിക്ക്. ആ പിന്നെ ഇവിടെ ഹെഡ്ഫോൺ ചാക്കുണ്ട് കേട്ടോ സൈഡിൽ, സ്ക്രീനിൻ്റെ സൈഡിൽ കണ്ടോ. ഇതാ സിസ്റ്റം ഓണായി. ഇനി ഓണാക്കി അല്ലിനോ. ഇനി സിസ്റ്റം ഓണാക്കി. അതാ ഹലോ ഇതാ ഇവിടെ ക്യാം ഉണ്ട് കേട്ടോ കണ്ട. ക്യാം നമ്മളെ കീബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, മൗസും വെച്ചിട്ടുണ്ട്, മാജിക് മൗസ്. ഗേൾസ് ഇവിടെ കുറച്ച് സംഭവങ്ങൾ സെറ്റാക്കാനുണ്ട്, ലാംഗ്വേജ് ഇതെല്ലാം കൊടുക്കാനുണ്ട്. ഓക്കെ എല്ലാം കൊടുത്ത് സെറ്റാക്കട്ടെ. സെറ്റ് കേട്ടോ, സെറ്റാക്കി. അവനാ ചെറിയൊരു വീഡിയോ കേട്ടോ. ഇടിച്ചില്ലേ? ഇടിച്ചാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. മറക്കരുത്. പിന്നെ ചേട്ടാ പൊളിക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ കഴിഞ്ഞ് പോയാൽ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ.